റിവേഴ്സ് ഗിയർ കൊടുക്കുന്നതിന് കൂട്ടത്തിലൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് ലോക്കും ചെയ്യണം. സ്റ്റിയറിംഗ് ലോക്കും ചെയ്തതിനു ശേഷം നമ്മൾ റൈറ്റ് സൈഡിലെ മിററിലല്ല നോക്കണം, നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കി വേണം ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഈ എങ്ങോട്ടൊക്കെയാണ് തിരിക്കണം എന്നുള്ളത്. ഇത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒടിഞ്ഞു കിട്ടി കേട്ടാ. കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തും ഇതുപോലെ നമുക്കൊരു വാഹനം നമുക്ക് തിരിക്കാൻ കഴിയുന്നതാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ, വലിയ വാഹനമാണ്, എങ്ങനെ കൃത്യമായിട്ട് തിരിക്കുക എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. അതിന് പേരെന്താ? പേപ്പാറ. ഏതാ ജില്ല? തിരുവനന്തപുരം. പേപ്പാറ വിതിര അല്ലേ? വിതിര എന്ന സ്ഥലത്താണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ചെറിയ റോഡുകളിലും വഴികളിലൊക്കെ വലിയ വാഹനമാണ് കൃത്യമായിട്ട് തിരിക്കാൻ പ്രയാസകരമാണ്. ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അറിയാവുന്ന ആരും ഇത് കാണണമെന്നില്ല, കാരണം അറിയാവുന്നവർക്കൊക്കെ ഇതൊക്കെ വളരെ ഈസിയാണ്. പക്ഷെ അറിയാത്തവർക്ക് ഇതെല്ലാം വളരെ പ്രയാസമാണ്. അപ്പൊ എങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിക്കണമെന്നും എത്ര തിരിക്കണമെന്നും അത് തിരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ്, റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്നും മുൻപോട്ട് എടുക്കുമ്പോൾ എങ്ങോട്ട് തിരിച്ചാൽ വണ്ടി തിരിഞ്ഞു വരുള്ളൂ എന്നുള്ള കൃത്യമായിട്ട് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഇപ്പൊ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നത്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അതായത് 10 വർഷമായിട്ട് 15 വർഷം ലൈസൻസും കയ്യിലുണ്ട്, വാഹനം സ്വന്തം വാഹനം വീട്ടിലുണ്ട്, ആ വാഹനത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറി ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെയും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. പഠിപ്പിച്ച ആളിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. ഞാനത് പുറത്തുനിന്നുള്ള വിഷ്വൽ കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരാം, എങ്ങോട്ടാണ് മുൻപോട്ട് തിരിക്കുന്നതെന്നും അതുപോലെ തന്നെ തിരിച്ചു വരുന്ന കൃത്യമായിട്ട് എഡ്ജ് ചാടാതെ തന്നെ കൃത്യമായിട്ട് എവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് നിർത്തിയെന്നും അതിനുശേഷം ഉള്ളിലിരുന്നു കൊണ്ടും അത് മുൻപോട്ട് എടുത്തപ്പോൾ എങ്ങോട്ട് തിരിച്ചെന്നും റിവേഴ്സ് എടുത്തപ്പോൾ എങ്ങോട്ട് തിരിച്ചുകൊണ്ടാണ് വണ്ടി തിരിഞ്ഞെന്നുള്ളത് ഞാൻ അത് പുറകാലെ കാണിച്ചു. എന്നാൽ നേരെ വീഡിയോയിലേക്ക്. അതായത് നമ്മളൊരു വാഹനം നമ്മൾ തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്പേസ് കുറഞ്ഞ സ്ഥലത്താകുമ്പോഴും ഏത് സ്ഥലത്താകുമ്പോഴും നമ്മുടെ വാഹനം നമ്മുടെ സൈഡ് ചേർന്ന് തന്നെ നിൽക്കണം. എത്രത്തോളം നമ്മളൊരു വണ്ടി തിരിക്കുന്ന സമയത്ത് ആ ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്താവും. ലെഫ്റ്റ് സൈഡ് എത്രത്തോളം ചേർത്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ഓടിക്കേണ്ടത് ആ ഭാഗത്തേക്ക് ഓടിക്കുക. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ടാണ് വണ്ടി തിരിയേണ്ടത്, എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് തിരിഞ്ഞതിന് ശേഷം നമുക്ക് എത്രത്തോളം വണ്ടി കൊണ്ടുവരാമോ അത്രത്തോളം ഉണ്ട്. അത്രക്കാണ്. ഇപ്പൊ നമുക്ക് ആ എഡ്ജ് വന്ന് അതിൽ കൂടുതൽ നമ്മൾ എടുക്കരുത്. അവിടെ കൊണ്ടുവന്നു വീണ്ടും നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് റിവേഴ്സ് ഗിയർ കൊടുക്കുക. നമ്മൾ മുൻപോട്ട് എടുത്തപ്പോൾ റൈറ്റോട്ടാ ഫുള്ള് ഓടിച്ച്. അപ്പൊ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നർത്ഥം. അപ്പൊ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിക്കണം. ഫുള്ളായിട്ട് എത്രത്തോളം ലെഫ്റ്റ് ആണ്, നമുക്ക് സ്പേസ് കുറവാണ്. ഫുള്ളായിട്ട് ലെഫ്റ്റ് തിരിക്കുക. ബാക്കിലൊക്കെ നമ്മൾ മിററിൽ നോക്കിക്കൊണ്ട് ആ പുല്ലിന് അവിടെ വരുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമുക്കൊരു വണ്ടി കടകത്തിൽ കിടക്കുമ്പോൾ നമുക്ക് അവിടെ ഇട്ട് തിരിക്കാൻ പറ്റും. വീണ്ടും നമ്മൾ മുൻപോട്ട് നോക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ ഫുള്ള് എങ്ങോട്ട് നമുക്ക് വണ്ടി ഇങ്ങനെ വന്ന വണ്ടി നമ്മൾ തിരിഞ്ഞാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ മുൻപോട്ട് എടുക്കാം. വീണ്ടും നമ്മൾ ഫുൾ റൈറ്റ് തിരിക്കുക, ഫുള്ള് റൈറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് എടുക്കുക. എത്രത്തോളം കൊണ്ടുവരാമോ അത്രത്തോളം കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ആ എഡ്ജ് കൊണ്ടു വരിക, ആ എഡ്ജ് കൊണ്ട് നിർത്തുക. വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ വീണ്ടും ഓപ്പോസിറ്റ് തിരിക്കണം. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാൻ മറന്നു പോകരുത്. നമ്മൾ സ്വല്പമായിട്ട് തിരിച്ചാൽ നമുക്ക് തിരിക്കാൻ താമസം വരും, 1-2 പ്രാവശ്യം കൂടുതൽ എടുക്കേണ്ടി വരും. നമുക്കിപ്പോ ഒരു വണ്ടി ഇങ്ങനെ കടകത്തിൽ കിടക്കും, നമുക്ക് അവിടെ ഇട്ട് തന്നെ തിരിക്കാം. ഫുള്ളി ലോക്കിയാ വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു ബാക്കിലേക്ക് എടുക്കുക. നമ്മൾ ആ മിററിൽ തന്നെ നോക്കി തന്നെ വേണം നിങ്ങൾ ബാക്കിലേക്ക് എടുക്കാൻ. ബാക്കിലേക്ക് എടുക്കുന്നതിന് നമുക്ക് ആ മിററിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും എത്രത്തോളം വരണം എന്നുള്ളത്. അത്രത്തോളം കൊണ്ടുവരിക, എത്രത്തോളം നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുവരിക അത്രത്തോളം കൊണ്ടുവരിക. അപ്പൊ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഫുള്ള് തിരിക്കണം, ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കണം. വീണ്ടും നമ്മൾ മുൻപോട്ട് എടുക്കുക. എത്രത്തോളം നമുക്ക് മുൻപോട്ട് കൊണ്ടുവരാമോ അത്രത്തോളം നമ്മൾ മുൻപോട്ട് കൊണ്ടുവരിക. കണ്ട കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ആ ഒടിവിന് തന്നെ നമുക്ക് ഒടിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാൻ കഴിയും. ഇനി ഞാൻ അത് വാഹനത്തിന് ഉള്ളിൽ ഇരുന്നു കൊണ്ട് കൃത്യമായിട്ട് എന്തെല്ലാമാണ് ചെയ്തതെന്ന് ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. എങ്ങനെ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോൺടാക്ട് ചെയ്യാൻ. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാ നിർത്തിക്കുക. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടാണ് എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ജില്ല ഏതാണ്? പലരും ഇപ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ട്, എന്റെ ജില്ലയിൽ വരും, എന്റെ ജില്ല. നിങ്ങൾ കേരളത്തിലാണോ? കാസർഗോഡ് മുതൽ
തിരുവനന്തപുരം വരെയുള്ള ഇന്ത്യയിലുള്ള കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എത്രത്തോളം നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്താവോ അത്രത്തോളം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വാഹനം കൊണ്ടെടുക്കുക. ലെഫ്റ്റ് സൈഡ് ചേർത്ത് എത്രത്തോളം വന്നതിന് ശേഷം നമ്മൾ അവിടെ കൊണ്ട് നിർത്തണം. നമ്മൾ വരുന്ന ഗിയറിലല്ലല്ലോ നമ്മളിപ്പോ തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വരുന്ന ഗിയറിൽ നമ്മൾ തിരിക്കാൻ നിൽക്കാതെ വണ്ടി സൈഡ് അത്രത്തോളം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർക്കാമോ അത്രത്തോളം ചേർത്ത് വാഹനം ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിയതിനു ശേഷം ഫസ്റ്റ് ഗിയർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. ഫസ്റ്റ് ഗിയർ തന്നെയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗിയർ തന്നെ കിടന്ന് അങ്ങനെ നോക്കാതെ നിങ്ങൾ ന്യൂട്രലാക്കുക. ന്യൂട്രലാക്കിയ ശേഷം വീണ്ടും നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. എന്നിട്ട് വായിക്കൽ വണ്ടി ഉണ്ടോ നോക്കണം, മിററിന് നോക്കണം വണ്ടി ഉണ്ടോ എന്നുള്ളത്. വണ്ടിയില്ല, ഫ്രണ്ടിൽ വണ്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗിൽ ലോക്ക് ചെയ്യണം. കാരണം നമുക്ക് ഒറ്റ ഒരു വണ്ടി കടകം തിരിയത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യണം, എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്റ്റിയറിംഗിൽ ലോക്ക് ചെയ്തിട്ട് വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുക. ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ എടുത്തോണ്ട് ഓടാതെ ക്ലച്ചിൽ മെല്ലെ എടുക്കുക. ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തോണ്ട് നമ്മളിപ്പോൾ റൈറ്റിലോട്ട് നമ്മൾ തിരിക്കേണ്ടത് റൈറ്റിലോട്ട് തിരിച്ചു പതിയെ ക്ലച്ചിൽ എടുത്തോണ്ട് എടുക്കുക. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മുടെ വണ്ടിയുടെ ആ ഫ്രണ്ട് ഭാഗം നമുക്ക് എത്രത്തോളം അവിടെ വരുമോ നമുക്ക് തന്നെ ഒരു എഡ്ജ് കിട്ടും. അത്രത്തോളം കൊണ്ടതിന് ശേഷം എന്ത് ചെയ്യണം, ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. റിവേഴ്സ് ഗിയർ കൊടുത്താൽ മാത്രം പോലെ എല്ലാവരും ഈ റിവേഴ്സ് ഗിയർ മാത്രം കൊടുക്കും. എന്ത് ചെയ്യും, അതേ രീതിയിൽ തന്നെ ബാക്കിലേക്ക് എടുക്കും. അതുകൊണ്ടാണ് ഈ വണ്ടി ഒടിഞ്ഞു കിട്ടാതെ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് ലോക്ക് ചെയ്യുക. ലെഫ്റ്റിലേക്ക് ലോക്ക് ചെയ്തതിനു ശേഷം നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡ് ആണ് അടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കിക്കൊണ്ട് ആ പുല്ലിന്റെ എഡ്ജ് വരുന്ന വരെ ബാക്കിലേക്ക് എടുക്കുക. കണ്ടില്ലേ, ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്നു. എത്രത്തോളം ബാക്കിലേക്ക് വരാമോ അത്രത്തോളം കൊണ്ടുവരിക. ആ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ അവിടെ നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കുക. റൈറ്റിലേക്ക് ഫുള്ള് തിരിക്കുക. ഫുള്ള് റൈറ്റിലേക്ക് തിരിച്ചു വീണ്ടും നമ്മൾ മുൻപോട്ട് എടുക്കുന്നു. എന്നാൽ മാത്രമേ നമ്മൾ എപ്പോഴും നമ്മൾ മുൻപോട്ടും ബാക്കിലേക്കും നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് മുൻപോട്ടും ബാക്കിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഫുൾ ലോക്ക് ചെയ്ത് തന്നെ വേണം എന്ത് ചെയ്യാൻ എടുക്കാൻ. നമുക്ക് എത്രത്തോളം വരുമ്പോൾ അത്രത്തോളം നമ്മൾ മുന്നോട്ട് എടുക്കുക. അവിടെ കൊണ്ട് നിർത്തി അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ മാത്രം മാറിയാൽ പോരാ, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നതിന് കൂട്ടത്തിലൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് ലോക്കും ചെയ്യണം. സ്റ്റിയറിംഗ് ലോക്കും ചെയ്തതിനു ശേഷം നമ്മൾ റൈറ്റ് സൈഡിലെ മിററിലല്ല നോക്കണം, നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കി വേണം ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഈ ഒരു ഭാഗത്തോടാണ് ചേർന്ന് വരുന്നത്. നമ്മൾ ഈ ഭാഗം തട്ടാൻ ചേർന്ന് നമ്മൾ മിനി മിററി വേണം നമ്മൾ നോക്കാൻ. എത്രത്തോളം ബാക്കിലേക്ക് വരാമോ അത്രത്തോളം നമ്മൾ ബാക്കിലേക്ക് വീണ്ടും കൊണ്ടിരുന്നു. അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കുന്നു. റൈറ്റിലേക്ക് നമ്മൾ തിരിക്കുന്നു. ഫുള്ള് നമ്മൾ ഒടിച്ച് നോക്കണം, ഈ ഒരു ഒടിവിന് ഒടിഞ്ഞ് കിട്ടുമോ എന്ന് നോക്കണം. ഈ ഒരു ഒടിവിന് ഒടിഞ്ഞ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എല്ലായിടത്തും ഒരേ സ്പേസ് അല്ലാത്തത് കൊണ്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ മുന്നോട്ടും ബാക്കിലോട്ട് എടുത്താൽ മതി. ഇതേപോലെ നമ്മൾ മുന്നോട്ട് എടുക്കുന്ന സമയത്തും ബാക്കിലോട്ട് എടുക്കുന്ന സമയത്തും എങ്ങോട്ടൊക്കെയാണ് തിരിക്കണം എന്നുള്ളത്. ഇത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒടിഞ്ഞ് കിട്ടി കേട്ടാ. കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തും ഇതുപോലെ നമുക്കൊരു വാഹനം നമുക്ക് തിരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ കാണിച്ചെന്നും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരുന്നു. അവിടെ നിന്ന് നിർത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ഫുള്ള് റൈറ്റിലേക്ക് തിരിക്കുന്നു, മുൻപോട്ട് എടുക്കുന്നു. വീണ്ടും അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം വീണ്ടും റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, ഫുള്ള് ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു. വീണ്ടും എത്രത്തോളം നമുക്ക് ബാക്കിലേക്ക് വരുന്നു അത്രത്തോളം വന്ന് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, റൈറ്റിലേക്ക് തിരിക്കുന്നു. അപ്പൊ നമ്മൾ മുന്നോട്ട് എടുക്കുന്ന എങ്ങോട്ടാണ് നമുക്ക് തന്നെ ഒരു ഓർമ്മ കിട്ടും, നമുക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ച് എടുക്കാൻ കഴിയുന്നതാണ്. എന്തായാലും സംശയങ്ങളോ കാര്യങ്ങളോ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ആ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾ നാണോന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും എന്റെ ഇത് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ സമയം കിട്ടുന്നവരെ ഞാൻ വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ പറഞ്ഞത് ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇന്നൊരു വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ